അപ്പോൾ മച്ചാമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വർക്ക് എന്ന് വെച്ചാൽ ഈ കാണും പോലെ വാട്ടർ ടാങ്കിൻ്റെ ഒക്കെ ഫിറ്റിങ്സ് ആണ്. ഇത് നമുക്ക് ഇവിടെ വരുമ്പോൾ 3 ടാങ്കാണ് ഉള്ളത്. ഒന്ന് നമുക്ക് സ്റ്റീൽ ടാങ്ക്, ഈ സ്റ്റീൽ ടാങ്കിൻ്റെ ലൈനാണ് ഇത്. ഈ ലൈന് നമുക്കിനി ഈ പോകുന്നതെന്ന് വെച്ചാൽ കിച്ചണിൽ വർക്ക് ചെയ്തേക്കാൻ വേണ്ടിയാണ് പോകുന്നത്. കിച്ചൻ്റെ ആവശ്യത്തിന് വേണ്ടി ഈ ലൈന്. അതുപോലെ വേറെ ഒന്നെന്ന് വെച്ചാൽ ഇത് അക്കോടെക്കിൻ്റെ ഒരു സെൽഫ് ക്ലീനിങ് ടാങ്കാണ്. അത് ഇതേപോലെ 6 അടി സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് ഉണ്ട്. ഇത് നമുക്ക് വരുമ്പോൾ ബാത്റൂമിലും പുറത്തെ ടാപ്പിലേക്ക് വേണ്ടി നമ്മളെ ബാത്റൂമിനകത്തുള്ള ഷവർ, വാഷ് ബേസിന് എല്ലാം ബാക്കിയുള്ള വാട്ടർ ലൈനിന് വേണ്ടിയിട്ടാണ് ഈ ലൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടാങ്കിൻ്റെ ലൈനുണ്ട്. ഇവിടെ നമുക്ക് ഒരു വാട്ടർ ടാങ്ക് വരും. ഇതൊരു 1000 ലിറ്ററിൻ്റെ ഒരു സാധാ ഒരു കറുത്ത ടാങ്കാണ് ഇവിടെ വയ്ക്കുന്നത്, പഴയ ടാങ്ക്. ആ ടാങ്ക് അവിടെ ഇരിക്കുകയാണ്. ഇത് നമുക്ക് പോകുന്നത് വെളിയിൽ നമുക്ക് ഗാർഡൻ്റെ ആവശ്യത്തിന് വേണ്ടി, ടാപ്പിൻ്റെ കണക്ഷന് വേണ്ടി മാത്രമാണ് ഇത് പോകുന്നത്. ഇതിലേക്ക് കയറുന്നതെന്ന് വെച്ചാൽ നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനാണ് കയറുന്നത്. അതുപോലെ ഒരു 1.5 ഇഞ്ചിൻ്റെ ലൈൻ ഔട്ട്, അത് അത്ര മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഇത്ര ദിവസം ഒരു 1-2 ആഴ്ച നല്ല തകർത്ത മഴയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നാണ് ഇവിടെ ടാങ്ക് വയ്ക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇന്ന് വന്നപ്പോഴാണെങ്കിൽ ഇവിടെ കണ്ണ് കാണാൻ പറ്റാത്തത്ര വെയിലാണ്, നല്ലവണ്ണം വെയിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്കിതെല്ലാം ഇപ്പോൾ ഇവിടെ ഈ കാണും പോലെ ഒരു കട്ടി തള്ളിയാണ് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ടീ ഇട്ടിട്ട് ഈ ഒരു ഹൈറ്റിനാണ് നമ്മൾ ഇങ്ങനെ എയർലൈൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡ്രില്ലൊക്കെ ചെയ്ത് വെക്കുന്നത്. ബാക്കി പൈപ്പിലൊക്കെ നമ്മൾ സ്റ്റാർ സ്ക്രൂ ഒക്കെ വെച്ച് സപ്പോർട്ട്, പൈപ്പ് ലൈൻ കൊടുത്ത് സപ്പോർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വർക്കൊക്കെ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. നമുക്ക് സ്റ്റീൽ ടാങ്കിൻ്റെ ഔട്ട് വരുമ്പോൾ നമുക്ക് 2 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 2 ഇഞ്ചിൻ്റെ ഒരു MD ആണ് ഇട്ട് കൊടുക്കുന്നത്. MD ഇട്ടതിന് ശേഷം നമുക്ക് 2 കൊന്നര, നമ്മളിവിടെ ഔട്ട് ഇറങ്ങുന്ന 1.5 ഇഞ്ച് പൈപ്പാണ്. അപ്പോൾ 2 കൊന്നര റേഡിയസ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങുന്ന ഡെലിവറി ലൈന് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നല്ലപോലെ നമ്മൾ ടെഫ്ലോണും ഷെല്ലൊക്കെ വെച്ചാണ് ടൈറ്റ് ആക്കുന്നത്. അപ്പോൾ മച്ചന്മാർ നമ്മൾ ഈ കാണുന്ന പോലെ സ്റ്റീൽ ടാങ്കിൻ്റെ ഒരു നമ്മൾ MD ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ സെൽഫ് ക്ലീൻ ടാങ്കിൽ അവരാണെങ്കിൽ ടാങ്ക് കണക്ഷൻ ഫിറ്റ് ചെയ്തിട്ടില്ല. ഇതുപോലെ ടാങ്ക് കണക്ഷൻ നമുക്ക് തന്നിട്ടാണുള്ളത്. ഇനി ഇതിന് നമുക്ക് ഇതിലൊന്ന് ടൈറ്റ് ആക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ചരലിൽ നമ്മൾ 3/4 ഇഞ്ചിൻ്റെ ചെറിയ തുണ്ട് പൈപ്പ് കെട്ടിയിട്ടുണ്ട്. ഇനി ഈ ഹോൾ വഴി നമ്മൾ അകത്തോട്ടെടുക്കും. ഇനി ഇതിലാണ് നമ്മൾ ഈ ടാങ്ക് കണക്ഷനെ കയറ്റി വിടുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പുറത്തുനിന്ന് തന്നെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഈ പൈപ്പ് കണക്ഷൻ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാണ് ടാങ്ക് കണക്ഷൻ്റെ ഫിറ്റിങ്സ്. ഇതിലൊരു വാഷറുണ്ട്. വാഷറുണ്ടെങ്കിൽ പോലും നമ്മൾ ടഫ്ലോൺ ടാപ്പ് ചേർത്തൊന്ന് ചുറ്റി കൊടുക്കും. വെള്ളം കയറി ലോഡായി കഴിഞ്ഞ് ലീക്കൊന്ന് പിന്നെ നല്ല പാടാണ് സ്റ്റാൻഡിൽ കൂടെ വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി ടഫ്ലോൺ ടാപ്പ് നല്ല കട്ടിക്ക് ചുറ്റി കൊടുക്കും ചേർത്ത് വെച്ച്. അപ്പോൾ നമ്മൾ ഈ ടാങ്ക് കണക്ഷൻ്റെ ഫിറ്റിങ്സ് ഇട്ടിട്ടുണ്ട്, ടെഫ്ലോണും ചുറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു പൈപ്പ് പീസിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തുനിന്ന് വലിച്ചെടുക്കാം. ടാങ്ക് കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വരുമ്പോൾ യൂണിയൻ ടൈപ്പ് ടാങ്ക് കണക്ഷനാണ് വരുന്നത്. ഇതിൻ്റെ യൂണിയൻ ഒന്ന് ഇളക്കി മാറ്റാം. ഈ ടാങ്കും ഫിറ്റിങ്സ്, ഈ ടാങ്ക് കണക്ഷൻ ഫിറ്റിങ്സ് എല്ലാം അക്കോട്ടൊക്കെയാണ്. ഇനി ഇതിലൊന്ന് വലിയ പൈപ്പ് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കും. ഇപ്പം കൈ കൊണ്ടുള്ള മാക്സിമം ആക്കിയിട്ടുണ്ട്. ഒരു പൈപ്പ് വെച്ചിട്ട് ഒരു പിടിയോടെ പിടിച്ച് വയ്ക്കാം. ടാങ്ക് കണക്ഷൻ നമ്മൾ മാക്സിമം നല്ല രീതിക്ക് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു യൂണിയൻ നമ്മളിപ്പോൾ ഇടുന്നില്ല. പിന്നെ നമുക്ക് അടുത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലത്തെ ഗ്യാസ് സ്റ്റെപ്ലിംഗ് ഉണ്ടല്ലോ, നമുക്കാണെങ്കിൽ അവർ ഇട്ടിട്ടുള്ളത് 1.4 ഗ്യാസ് സ്റ്റെപ്ലിംഗാണ് അവർ ഇട്ടിട്ടുള്ളത്.
ഇതിപ്പോൾ അവർ വേസ്റ്റ് അപ്ലിക്കാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ വാഷ് ബേസിൻ്റെ 1/4 ഫുൾ ത്രെഡ് വേസ്റ്റ് അപ്ലിക്കാണ് ഇട്ടിട്ടുള്ളത്. ഇതിപ്പോൾ അവർ വെറുതെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് അകത്ത് ഒന്ന് ടഫ്ലോൺ ചുറ്റിയതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഈ സെൽസറിൻ്റെ ഒക്കെ വരുമ്പോൾ ഇത് നമുക്ക് PVC-യിലാണ് വരുന്നത്. ഈ ഫിറ്റിങ്സ് എല്ലാം PVC-യിൽ യൂണിയൻ ടൈപ്പ് 1.5 ഇഞ്ചാണ് ഔട്ട് വരുന്നത്. നമുക്ക് കാണുമ്പോൾ വാഷറിൽ ഇട്ടിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഒന്നുകൂടെ ടഫ്ലോൺ ടൈപ്പ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് വേസ്റ്റ് അപ്ലിങ് വരുമ്പോൾ ഫുൾ ത്രെഡാണ് വരുന്നത്. ഇത് അക്കോട്ടേക്കിൻ്റെ ആണ് വേസ്റ്റ് അപ്ലിങ്. ഇതിനകത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ചരട് കയറ്റുകയാണ്. നമ്മൾ വേസ്റ്റ് അപ്ലിങ് കിട്ടിയിട്ടുണ്ട്. ഇനി ചരടിലൊന്ന് അയച്ച് വിട്ട് കൊടുക്കാം. ഇത് നല്ല രീതിക്ക് ടൈറ്റായി കൊടുക്കണം. കാരണം ഇതുപോലെ ലീക്ക് കാര്യങ്ങൾ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വല്ല ലോഡായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല രീതിക്ക് ടൈറ്റാക്കി കൊടുക്കുകയാണ്. നമ്മൾ നല്ല ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കിതിൽ FT ആണ് ഇട്ട് കൊടുക്കാം. ഇത് 1.5 FT ഇത് ഇതിൻ്റെ കൂടെ തന്നിട്ടുള്ളതാണ്. ഇത് ഫുള്ളായിട്ട് നമ്മൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് എടുത്ത് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളാണെങ്കിൽ സെൽഫ് ക്ലീനിങ് ടാങ്കിന് ഒരു വിധത്തിൽ നമ്മൾ സ്റ്റാൻഡിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുത്തനെ സ്റ്റാൻഡ് വെച്ചിട്ട് ഈ ടാങ്ക് ഇറക്കാൻ പറ്റില്ല. കാരണം സ്റ്റാൻഡ് തന്നെ ഒരു 6 അടിക്ക് പുറത്ത് ഹൈറ്റ് ഉണ്ട്. ഇപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ താഴെ കൂടെ ഇങ്ങനെ കിടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഈ താഴെ കാണുമ്പോൾ ഈ ഓവർഫ്ലോ പൈപ്പും അതുപോലെ നമ്മുടെ ടാങ്ക് കണക്ഷനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ രണ്ടുപേരും നിന്നിട്ട് പൊക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടാങ്ക് ഒന്ന് പൊക്കി നോക്കാം. നല്ല വെയിറ്റ് ഉണ്ട്, നമ്മൾ കാണും പോലെ അല്ല. അടി പിടിച്ചോ ബാക്കിലോട്ട്. അങ്ങനെ ഒരുവിധം നമ്മൾ ഉയർത്തെണിപ്പിച്ചിരിക്കുകയാണ് ടാങ്കിനെ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ലാഡർ വരുന്ന ഭാഗം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഔട്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാൻ കണക്കിന് ഇതാണ് നമ്മൾ ഈ ടാങ്കിൻ്റെ ഔട്ട് വരുന്നത്. അപ്പോൾ ആ കണക്കിന് പൊസിഷൻ ഇനി നമ്മൾ ചരിച്ച് വയ്ക്കും. അതുപോലെ ഈ ടാങ്കിൻ്റെ ഔട്ടാണ് ഇത്. ഇനി ഇവിടെയൊക്കെ നമ്മൾ ഡ്രിൽ ചെയ്ത് ഇതിൻ്റെ എയർലൈനൊക്കെ ചെയ്യാനുണ്ട്. ഇനി അതൊക്കെ ഇങ്ങനെ നോക്കാം.
അതൊക്കെ നമ്മൾ ഇരിക്കണം. അല്ല അപ്പോൾ മച്ചന്മാർ നമ്മളങ്ങനെ നമ്മളെ വാട്ടർ ടാങ്ക് ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വച്ചതെല്ലാം കാണിച്ചു തരാം. ഈ ലൈനാണ് ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ ബാത്റൂമിലത്തേക്ക് വേണ്ടി പുറത്തുള്ള ടാപ്പിലത്തേക്ക് വേണ്ടി വരുന്ന ലൈനാണ്. അതാണ് ഈ സെൽഫ് ക്ലീനിങ് ടാങ്കിൽ നിന്ന് ഇറങ്ങുന്നത്. അതുപോലെ ഇവിടെ നമ്മളൊരു കൺട്രോളിങ് വാൽവ് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഭാവിയിൽ പ്രഷർ പമ്പ് വയ്ക്കുകയാണെങ്കിൽ അതേപോലെ ഒരു വാട്ടർ ലൈൻ ഫിൽറ്റർ വല്ലതും ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വാൽവ് അടച്ചിട്ട് തന്നെ ഇവിടെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വാൽവ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്നൊരു വാട്ടർ ടാപ്പിൻ്റെ കണക്ഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മൾ ഓവർഫ്ലോ ആണ്. ഈ സെൽഫ് ക്ലീനിങ് ടാങ്കിൽ നമ്മൾ പമ്പ് ലൈനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ റോഡ് കണക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓവർഫ്ലോ പൈപ്പാണ് ഈ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ റോഡ് കണക്ഷനാണ്. ഈ കാണുന്ന 1 ഇഞ്ചാണ് ഇതിലേക്ക് കയറുന്ന പമ്പ് ലൈനാണ്. പിന്നെ അതുപോലെ ഇത് നമ്മൾ സ്റ്റീൽ ടാങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് കിച്ചൻ്റെ ആവശ്യത്തേക്ക് വേണ്ടി മാത്രമാണ്, കിച്ചണിലും വർക്ക് ഏരിയത്തേക്ക് വേണ്ടി മാത്രമാണ് ഈ സ്റ്റീൽ ടാങ്ക് പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ 1.5 ഇഞ്ച് ലൈൻ തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. ഈ കാണുന്ന ഓവർഫ്ലോ പൈപ്പാണ്. ഇതിലിപ്പോൾ നമുക്ക് പമ്പിൻ്റെ ലൈന് കൊടുക്കേണ്ട ഓപ്ഷനും അതുപോലെ ഒരു എയർ വെൻറ്റ് മാത്രമേ ഈ സ്റ്റീൽ ടാങ്കിലുള്ളൂ. അതാണ് പമ്പിൻ്റെ വന്നിട്ട് ഇവിടെ ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു ഹോൾസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മളൊരു 1.5 ഇഞ്ച് എം ടി ഇട്ടിട്ട് 1.5ക്ക് 1 റെഡ്യൂസർ ഇട്ടതിന് ശേഷം 1 ഇഞ്ചിൻ്റെ ഒരു ഷോർട്ട് ബെൻഡാണ് ഇതിൽ ഒട്ടിച്ചിട്ടുള്ളത്. അത് നേരെ വന്ന് ഈ പമ്പ് ലൈനിൽ ഇറങ്ങും. അതുപോലെ ഈ ഓവർഫ്ലോ വെച്ചിട്ടുള്ളത് നമ്മൾ ഈ തിരിച്ചിറങ്ങുന്ന ലൈനിൻ്റെ എയർ ലൈനിൽ നിന്നാണ് നമ്മൾ 1.5 ഇഞ്ചിൻ്റെ ടീയും 1.5ക്ക് 1 റെഡ്യൂസർ ഇട്ടിട്ട് ഇങ്ങനെ 2 എൽബോ ഇട്ടിട്ടാണ് ഈ ഓവർഫ്ലോ ലൈനിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാം. അതുപോലെ പൈപ്പ് ലൈനെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്തപോലെ 3/4 ഇഞ്ച് PVC പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാം കറക്റ്റ് നമ്മൾ കാമ്പെല്ലാം കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന ഹോൾസെല്ലാം നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുകളിലെല്ലാം സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മൾ ക്ലീൻ ഔട്ടാണെങ്കിൽ ഇവിടെയാണ് ഇട്ടിട്ടുള്ളത്. കാരണം ഇവിടുത്തെ റെയിൻ വാട്ടർ ആണെങ്കിൽ എല്ലാം റെയിൻ വാട്ടറിന് വേണ്ടി സെപ്പറേറ്റ് കുഴിയുണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ലൈൻ ഇറക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു വാൽവ് ഇവിടെ അടിയിലാണ് ഉള്ളത്. ആ 1 ഇഞ്ച് സെൽഫ് ക്ലീനിങ്ങിൻ്റെ സ്റ്റീലിൻ്റെ ഇത് അടിയിലാണ് ഉള്ളത്. സ്റ്റാൻഡ് ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അത് നമുക്ക് വരുമ്പോൾ നമുക്ക് പുറത്ത് ഗാർഡനിങ് ഒക്കെ വേണ്ടി മാത്രമാണ് അത് കയറുന്നതെന്ന് വെച്ചാൽ നമ്മളെ വാട്ടർ അതോറിറ്റിയുടെ ലൈൻ വാട്ടറും അതുപോലെ ഇറങ്ങുന്ന ഒരു 1.5 ഇഞ്ചിൻ്റെ ലൈനുമാണ് ഇറങ്ങുന്നത്. അപ്പോൾ ആ ടാങ്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ വാട്ടർ ടാങ്ക് ഫിറ്റിങ്സ് ആയിരുന്നു. നമ്മൾ ഇതുപോലെ സെൽഫ് ക്ലീനിങ് ടാങ്ക് ഒരു 6 അടി ഹൈറ്റുള്ള സെൽഫ് ക്ലീനിങ് ടാങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റീൽ ടാങ്ക് ഫിറ്റ് ചെയ്തു. പിന്നെ ഒരു നോർമൽ ടാങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ കൂടുതൽ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.